ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹനാസ് കുക്കിംഗ് വേൾഡ്. ഇന്ന് ഹനാസ് കുക്കിംഗ് വേൾഡ് ഉണ്ടാക്കാൻ പോകുന്നൊരു പ്ലം കേക്കാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അര കപ്പ് ഓറഞ്ച് ജ്യൂസ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് ചെറി ചേർത്ത് കൊടുക്കാം. സ്മോൾ പീസായി കട്ട് ചെയ്തെടുത്തതാണ്. അതുപോലെ 1/4 കപ്പ് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. സ്മോൾ പീസായി കട്ട് ചെയ്തെടുത്താണ്. 2 ടേബിൾ സ്പൂൺ റൈസിൻസ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 3 മണിക്കൂർ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഈ ഓറഞ്ച് ജ്യൂസിലിട്ട് വെക്കുക. നല്ല സോഫ്റ്റായി കിട്ടും. കുറച്ച് പഞ്ചസാര പൊടിച്ചെടുക്കുക. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 ഗ്രാമ്പു, ഒരു ചെറിയ പട്ടയുടെ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജാതിക്കയുടെ ഒരു സ്മോൾ പീസും കൂടി ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക പഞ്ചസാര. 1/4 കപ്പ് പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ചെറിയൊരു ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാരമൽ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ 1/2 കപ്പ് മൈദ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. ഇത് കേക്കിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 4 എഗ്ഗ് ഞാനൊരു ബോളിലേക്കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിലേക്ക് നമ്മൾ പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടിയും ചേർത്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ കാരമൽ സിറപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക. നല്ലത് മിക്സ് ചെയ്തെടുക്കുക. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കാഷ്യൂനട്ടും ബദാമും പിസ്തയും പാടെ സ്മോൾ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് 1 ടേബിൾ സ്പൂൺ മൈദയും കൂടിയും ചേർത്ത് മിക്സ് ചെയ്തെടുത്താണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്തെടുക്കാം. കേക്കിൻ്റെ ടിന്ന് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കേക്കിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് കാഷ്യൂനട്ടൊക്കെ ഒന്ന് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഒരു 40 മിനിറ്റ് ആയപ്പോൾ നമ്മൾ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.